2014 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലൂടെ നടന്ന് നയീനിൽ ചെന്ന് ബഥാനിയിൽ ചെന്ന് കബർന്നഹൂമിൽ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്ത, അന്ധന്റെ കണ്ണ് തുറന്ന, ചെകിടന്റെ ചെവി കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, മുടന്തന്മാരെ മാനിനെ പോലെ നടത്തിയ, കടലിന്റെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്ന, 5 അപ്പം കയ്യിലെടുത്ത് വെച്ച് വർദ്ധിപ്പിച്ച് 5000ങ്ങൾക്ക് വിളമ്പിയ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാണുന്നത് ദൈവവചനം എന്ന കണ്ണാടിയിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. But as many as received him, to them gave he power to become the sons of God, even to them that believe on his name. യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ ഉള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു. ഈ ഒറ്റ കാരണം കൊണ്ട് now we have the new life. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതിയ ജീവിതം ലഭിക്കുന്നു. ഈ ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തരുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. വാസ്തവത്തിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ ശിക്ഷിക്കുവാനല്ല, നമ്മെ രക്ഷിക്കുവാനാണ്. നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാനാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു, എന്നാൽ പുത്രനിൽ വിശ്വസിക്കുന്നവനോ നിത്യജീവൻ ഉണ്ട്. ഓക്കെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു പുതിയ ജീവിതം സർവശക്തനായ ദൈവം തരുന്നു. അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല. ഇന്ന മതക്കാരനെന്നോ ഇന്ന സഭക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉള്ള വിഭാഗ്യതകൾ അതിലില്ല. കാരണം ദൈവത്തിന് മുഖപക്ഷം ഇല്ല. മുഖപക്ഷമില്ലാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. കരങ്ങളെ ഉയർത്തി ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നു, ബോൺ അഗെയിൻ ആയിട്ടുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നു, ആദ്യമായി യേശുവിനെ കുറിച്ച് കേൾക്കുന്നവർ ഇന്ന് ഈ ഗ്രൗണ്ടിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 11-12 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങളെ രക്ഷിക്കുവാൻ എത്ര പരാജയപ്പെട്ടവനെയും, എത്ര തകർന്നവനെയും, എത്ര ബന്ധനത്തിൽ കിടക്കുന്നവനെയും വിമോചിതനാക്കുവാൻ, വിടുതൽ നൽകുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് കഴിയും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 6:37 പരിശുദ്ധാത്മ പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ദൈവവചനം വ്യക്തമാക്കുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. യോഹന്നാൻ 16:33 പരിശുദ്ധാത്മ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, ഇന്ന് രാത്രിയിൽ ഈ സർവശക്തനായ ദൈവം ഇതിന്റെ നടുവിലുണ്ട്. അവൻ ഇതിന് ചുറ്റും തീമതിലായിരിക്കുന്നു. സക്കരിയ പ്രവചനം 2:5 വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ അതിനു ചുറ്റും തീമതിൽ ആയിരിക്കും. സക്കരിയ 9:8 വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു പട്ടാളമായി ഇറങ്ങും.
സങ്കീർത്തനം 97:3 ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, ആമീൻ, ഞാൻ നിനക്ക് ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിച്ചു കളയും. ആവർത്തനം 9:3 പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിത്തൂണായി അവൻ തന്റെ ജനത്തോട് കൂടെയിരുന്നു. ഇന്ന് രാത്രിയിലും ആ ദൈവം ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ പുതിയ ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെയാണ് ആ പുതിയ ജീവിതം നമ്മിൽ ഉളവാകുന്നത്? 1 പത്രോസ് 2 അധ്യായം 1 പത്രോസ് 1 അധ്യായം 23 വാക്യം. 1 പത്രോസ് 1 അധ്യായം 23 വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. ഒരു പുരുഷ ബീജത്താൽ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നു. എന്നാൽ ആ കുഞ്ഞ് വളർന്ന് പക്വതയാകുമ്പോൾ, പുരുഷനാകുമ്പോൾ, വൃദ്ധനാകുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ആ ശരീരം ഈ ഭൂമിയിൽ കെട്ടുപോകുന്നു. ആ ശരീരം മണ്ണോട് മൺ ചേരുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ വിത്ത്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ആ ബീജമെന്ന പത്രോസ് പറയുന്നത്, അത് നിങ്ങളുടെ അകത്ത് മനുഷ്യനിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ അത് കെടുന്നതല്ല, അത് കെടാത്തതാണ്, അത് ജീവനുള്ളതാണ്, അത് നിലനിൽക്കുന്നതാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ ജീവനില്ലാത്തടത്തേക്ക് ഈ വചനം ഇന്ന് രാത്രി ജീവൻ കൊണ്ടുവരും. ജീവനില്ലാത്ത നിന്റെ അവയവത്തിലേക്ക് ഇന്ന് രാത്രി ഈ വചനം ജീവൻ കൊണ്ടുവരും. തളർന്നു പോയ നിന്റെ അസ്ഥിയിലേക്ക് ഇന്ന് രാത്രിയിൽ ഈ വചനം ജീവൻ കൊണ്ടുവരും. പരാജയപ്പെട്ട നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഈ വചനം ഇന്ന് രാത്രിയിൽ ജീവൻ കൊണ്ടുവരും. മനുഷ്യ ജീവിതത്തിൽ 3 ഘടകങ്ങളുണ്ട് ഒരു മനുഷ്യന്: ദേഹം, ദേഹി, ആത്മാവ്. എന്നാൽ യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിൽ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, ദേഹവും ദേഹിയും. നിങ്ങൾ പുറമേ കാണുന്ന ഈ ശരീരമാണ് ദേഹം. നിങ്ങളുടെ മനോവികാര ഇച്ഛാ മേഖലകൾ അടങ്ങിയിരിക്കുന്നതാണ് നിങ്ങളുടെ ദേഹി. എന്നാൽ ഇതിനകത്ത് ഒരാത്മാവുണ്ട്. ഹല്ലേലൂയ. ദേഹം, ഈ ശരീരം സർവശക്തനായ ദൈവം മണ്ണിൽ നിന്ന് എടുത്തതാണ്. ഇത് മണ്ണിലേക്ക് മടങ്ങേണ്ടതാണ്. എന്നാൽ അകത്തിരിക്കുന്ന ആത്മാവ് ഈ മണ്ണിൽ നിന്ന് എടുത്തതല്ല, അത് ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. അതിൽ ദൈവത്തിന്റെ ജീവനുണ്ട്. നിങ്ങളുടെ അകത്തെ ആത്മാവിലേക്കാണ് ദൈവത്തിന്റെ ജീവൻ കടന്നു വരുന്നത്. ഒരു വ്യക്തി യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തെ ഇന്ന് സ്പർശിക്കണമേ, എൻ്റെ ജീവിതം ഞാൻ നിനക്കായി തരുന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവ് കടന്നു വരുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കല്ല. മനുഷ്യൻ പറയുന്നു ദൈവം കടന്നു വന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ്. നോ. എന്താണ് ആ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത്ര പിടിയുള്ള നിങ്ങളുടെ ഒരു മുഷ്ടി ഇങ്ങനെ എടുത്ത് പിടിച്ചാട്ടെ, ഇങ്ങനെ പിടിച്ചാട്ടെ, ഇത്രയുമുള്ള ഒരു മാംസ കഷ്ണത്തിലേക്കല്ല ദൈവം വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാംസത്തിലേക്കല്ല ദൈവം കടന്നു വരുന്നത്. എന്നാൽ നിന്റെ അകത്തൊരു ആത്മാവുണ്ട്. ആ ആത്മാവിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നത്. ആ ആത്മാവിനിരിക്കുവാൻ വേണ്ടിയാണ് ഈ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3 അധ്യായം 16 വാക്യത്തിൽ പരിശുദ്ധാത്മ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എല്ലാവരും ശബ്ദമുയർത്തി പറയുക, വിലയുള്ളത് ആത്മാവിനാണ്. അതുകൊണ്ടാണ് മർക്കോസ് 8:36 യേശു പറഞ്ഞത്, ഒരു മനുഷ്യർ സർവ്വ ലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? കാരണം ശരീരത്തെക്കാൾ, നിന്റെ ദേഹത്തെക്കാൾ, നിന്റെ ദേഹിയേക്കാൾ വിലയുള്ളതാണ് നിന്റെ അകത്തുള്ള ആത്മാവ്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ഈ ആത്മാവിന് ഇരിക്കുവാൻ വേണ്ടിയാണ് നിന്റെ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. വണ്ടർഫുൾ. എന്തിനു വേണ്ടിയാണ് ഈ ശരീരത്തിൽ കർത്താവ് സൗഖ്യം തരുന്നത്? നിങ്ങളുടെ ആത്മാവിന് വസിക്കുവാൻ. ടിനു ജോർജ് എന്ന പേരുള്ള ഈ പുരുഷൻ, ഈ ചെറുപ്പക്കാരൻ ഈ ശരീരത്തോടുകൂടെ ജീവനോടിരുന്നാൽ മാത്രമേ ആത്മാവിനെ എന്നിലിരുന്ന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതെ, നിങ്ങളുടെ ശരീരം ദൈവത്തിന് വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അമേരിക്കൻ പ്രസിഡന്റ് ഇരിക്കുന്ന വൈറ്റ് ഹൗസിന് വില ഉണ്ടാകുന്നത് പ്രസിഡന്റ് അതിനകത്തുള്ളത് കൊണ്ടാണ്.
വാവ്. ഇന്ത്യൻ പ്രസിഡന്റ് ഇരിക്കുന്ന ക്യാബിനിലേക്ക്, മുറിയിലേക്ക് ആർക്കും അനധികൃതമായി കയറി ചെല്ലാൻ കഴിയുകയില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ഇരിക്കുന്ന മുറിക്കകത്ത് ചെല്ലണമെങ്കിൽ ഒരുപാട് പെർമിഷനുകൾ എടുക്കേണ്ടി വരും. അതിന്റെ മുമ്പിൽ വളരെ സെക്യൂരിറ്റി ഉണ്ട്. എന്താണ് കാരണം? ആ മുറിക്കല്ല പ്രത്യേകതയുള്ളത്, അതിനകത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ശരീരത്തിന് വിലയുണ്ടായത് നിന്റെ അകത്ത് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവുള്ളത് കൊണ്ടാണ്. ആ ആത്മാവിന് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ, ആ ആത്മാവിന് നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, ആ ആത്മാവിന് നിങ്ങളുടെ ശരീരത്തിൽ ജീവൻ ഉളവാക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഭൗതിക ശരീരത്തിന് യേശു സൗഖ്യം നൽകുന്നത്. അതെ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വിലപ്പെട്ടതാണ്. അടുത്തിരിക്കുന്നവരോട് പറയുക, താങ്കൾ ഒരു വിലപ്പെട്ട വ്യക്തിയാണ്. പറഞ്ഞാട്ടെ, 1-2 പേരോട്, ദൈവപുരുഷന്മാർ എല്ലാവരും പറഞ്ഞാട്ടെ, നിങ്ങൾ ഒരു വിലപ്പെട്ട വ്യക്തിയാണ്. യു ആർ വെരി വാല്യുബിൾ, യു ആർ വെരി പ്രഷ്യസ്. അതാണ് 1 പത്രോസ് 1-ാം അധ്യായം 19 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നമ്മെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. ഒരു വസ്തുവിന് വില പറയാം, ഒരു വാഹനത്തിന് വില പറയാം, ഒരു വീടിന് വില പറയാം, ഈ ക്യാമറയ്ക്ക് വില പറയാം. പക്ഷെ ഈ ലോകത്തിൽ ആർക്കും വില പറയാൻ കഴിയാത്ത വിലയേറിയ ഒന്ന് യേശുവിന്റെ രക്തമാണെങ്കിൽ, ആ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിന് വിലയേറിയവരാണ്. മനുഷ്യൻ നിങ്ങൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും, ലോകക്കാർ നിങ്ങൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും, സഹോദരങ്ങൾ നിങ്ങൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും, കൂട്ടുവിശ്വാസികൾ നിങ്ങൾക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും, എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, നീ ദൈവത്തിന് വളരെ വിലപ്പെട്ട വ്യക്തിയാണ്. കാരണം അവന്റെ ആത്മാവ്, അവന്റെ ജീവൻ നിന്നിൽ വസിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെ ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും അത് ചെയ്യാത്തവനായിരുന്നാൽ തന്റെ സ്വാഭാവിക മുഖം അവൻ കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് ഒക്കുന്നു. അപ്പോൾ വചനം കേൾക്കുന്നത് ചെയ്യാനാണ്. വാ. 1 കൊരിന്ത്യർ 13:12. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. ആരെ? യേശുവിനെ. അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. 2014 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലൂടെ നടന്ന് നയീനിൽ ചെന്ന്, ബഥാനിയിൽ ചെന്ന്, കബർന്നഹൂമിൽ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്ത, അന്ധന്റെ കണ്ണ് തുറന്ന, ചെകിടന്റെ ചെവി കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, മുടന്തന്മാരെ മാനിനെ പോലെ നടത്തിയ, കടലിന്റെ മുകളിലൂടെ പാദങ്ങളൊന്നി നടന്ന, 5 അപ്പം കയ്യിലെടുത്ത് വെച്ച് വർദ്ധിപ്പിച്ച് 5000ങ്ങൾക്ക് വിളമ്പിയ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാണുന്നത് ദൈവവചനം എന്ന കണ്ണാടിയിലൂടെയാണ്. 2013 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലോ കബർന്നഹൂമിലോ നയീനിലോ പോയി യേശുവിനെ കണ്ട ആരും ഇന്ന് രാത്രി ഇവിടെ ഇല്ല. നിങ്ങൾ യേശുവിനെ കണ്ടത് ഈ വചനത്തിലൂടെയാണെന്ന് എത്ര പേർ പറയും? ഞാൻ യേശുവിനെ അറിഞ്ഞത് വചനത്തിലൂടെയാണ്, ഞാൻ യേശുവിനെ കണ്ടത് വചനത്തിലൂടെയാണ്. പൗലോസ് പറയുന്നു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ നാം യേശുവിനെ കാണുന്നു. എന്നാൽ പൗലോസ് പറയുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിങ്ങൾ വായിച്ച, കണ്ട, ഇപ്പോൾ കേൾക്കുന്ന ഈ യേശുവിനെ ഒരു ദിവസം നിങ്ങൾ മുഖാമുഖമായി കാണും. Come on. ദൈവവചനത്തെ യാക്കോബ് അപ്പോസ്തലൻ കണ്ണാടിയോട് കൂടി ഉപമിക്കുന്നു. ദൈവവചനത്തെ പൗലോസ് അപ്പോസ്തലൻ കണ്ണാടിയോട് കൂടി ഉപമിക്കുന്നു. എല്ലാരും പറയുക, വചനം കണ്ണാടിയോട് സദൃശ്യം. നിങ്ങളിൽ എത്ര പേർ ഇന്നത്തെ ദിവസം കണ്ണാടിയിൽ നോക്കിയവരുണ്ട്? കരങ്ങൾ ഉയർത്താം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ നിന്നപ്പോൾ ഒരു സഹോദരൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കണ്ണാടിയിൽ നോക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ്. പക്ഷെ ആ ചിന്ത തെറ്റാണ്. കണ്ണാടിയിൽ നോക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കത്തില്ല, ഉള്ളതൊക്കെ കാണത്തുള്ളൂ.
ഹല്ലേലൂയ. പിന്നെ എന്തിനാണ് കണ്ണാടിയിൽ നോക്കുന്നത്? ഒറ്റ വാക്കിൽ പറയാം, ഉള്ളത്, ഇപ്പോൾ ഉള്ളത് ഒന്നും കൂടെ ക്രമീകരിക്കാൻ. ഇപ്പോൾ ഉള്ള മുടി ഒന്നുകൂടെ ക്രമീകരിക്കാൻ. ഓ വണ്ടർഫുൾ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒന്നും കൂടെ ക്രമീകരിക്കാൻ. അപ്പോൾ കണ്ണാടി എന്നെ ക്രമീകരിക്കുന്നു. എത്ര പേര് പറയും കണ്ണാടി എന്നെ ഓർഡർ ആക്കുന്നു, എന്നെ ക്രമീകരിക്കുന്നു? എന്നാൽ ദൈവത്തിന്റെ വചനം കണ്ണാടിയാണ്. ഈ വചനം എന്ന കണ്ണാടിയിലൂടെ നോക്കി ജീവിക്കുന്നവന്റെ ജീവിതം ഒരു ക്രമത്തിലാകുന്നു. Come on, church. Okay. ഒന്ന്, കണ്ണാടി എന്നെ ക്രമീകരിക്കുന്നു. വചനത്തെ കണ്ണാടിയോട് കൂടെ യാക്കോബും പൗലോസും ഉപമിക്കുന്നു. രണ്ട്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിയെ നിങ്ങൾക്ക് വിശ്വാസമാണ്? കൈ പൊക്കാത്തവരുടെ ശ്രദ്ധയ്ക്ക്, ബ്രദർ നിൽക്കുമ്പോൾ ബ്രദറിന്റെ ജ്യേഷ്ഠനെയാണോ കണ്ണാടി കാണിക്കുന്നത്? അല്ല. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പിതാവിനെയാണോ കണ്ണാടി കാണിക്കുന്നത്? അല്ല. കണ്ണാടി എന്നെ കാണിക്കത്തുള്ളൂ. എൻ്റെ മുഖത്തൊരു അഴുക്കുണ്ടെങ്കിൽ അത് കണ്ണാടി കാണിക്കും. എൻ്റെ ഷർട്ട് നന്നായിട്ടല്ല ഞാൻ ഇട്ടിരിക്കുന്നെങ്കിൽ അത് കണ്ണാടി കാണിക്കും. കണ്ണാടി എന്നെ ചതിക്കത്തില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെങ്കിൽ പൗലോസും യാക്കോബും പറയുന്ന ദൈവവചന കണ്ണാടിയാണ്. ഈ 500 രൂപയുടെ 1000 രൂപയുടെ ഈ പൊട്ടിപ്പോകുന്ന കണ്ണാടി, അതിനകത്ത് നിങ്ങൾ ഇത്രയും ആശ്രയിക്കുന്നെങ്കിൽ, അതിനെ നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്നെങ്കിൽ, അതിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നതത്രേ ദൈവത്തിന്റെ വചനം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഈ വചനത്തെ ആത്മ മനുഷ്യനിൽ ഏറ്റെടുക്കുന്നവർക്ക് ഒരു പുതിയ ജീവിതം. വണ്ടർഫുൾ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഓക്കെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു. എപ്പോൾ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല. അവൻ നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ, എല്ലാരും പറഞ്ഞേ അവർ. ശബ്ദമുയർത്തി പറയുക, അവർ. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആരാണ് ഈ അവർ? അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, അവർ ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ അവിടെ വിച്ച് വേർ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. നോട്ട് വിച്ച് വാസ്, നോട്ട് വിച്ച് വാസ്, വിച്ച് വേർ. അവർ, അവരാരാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർ. ഓ ശബ്ദമുയർത്ത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർ. അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ അവർ ജനിച്ചത്. എത്ര പേര് ഇന്ന് രാത്രി ബോൺ അഗെയിൻ ആയവർ എന്നെ കേൾക്കുന്നു? യേശുവിനെ ഇന്ന് രാത്രി ആദ്യമായി കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിലേക്ക് യേശു കടന്നു വന്നാൽ നീയും ആരംഭിക്കുന്നു ഒരു പുതിയ ജീവിതം. അവർ ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. ഒരു സിംഹം ഒന്നിനെ ജനിപ്പിച്ചാൽ അത് സിംഹമായിരിക്കും. നായ ഒന്നിനെ ജനിപ്പിച്ചാൽ അത് നായായിരിക്കും. അങ്ങനെങ്കിൽ നാം ജനിച്ചത് മാറ്റമില്ലാത്ത കെടാത്ത ദൈവവചനം എന്ന ബീജം അകത്ത മനുഷ്യനിൽ വീണ് നാം ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ നാം ആരാണ്? ഒന്നുകൂടെ പറയാം, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വാവ്. നായി ജനിപ്പിക്കുന്ന നായയാണെങ്കിൽ, കരടി ജനിപ്പിക്കുന്ന കരടിയാണെങ്കിൽ, സിംഹം ജനിപ്പിക്കുന്ന സിംഹത്തെയാണെങ്കിൽ, ദൈവം ജനിപ്പിച്ച നീ ആരാണ്? That's why. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞത്, 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ
ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ആ ദിവ്യ സ്വഭാവം എന്ന വാക്കിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് ഡിവൈൻ നേച്ചർ എന്നാണ്. ദ ഡിവൈൻ നേച്ചർ ഓഫ് ഗാഡ്. വീണ്ടും ജനനത്തിലൂടെ ഞാൻ ശ്രദ്ധിക്കൂ, നിങ്ങൾ ജീസസ് ഈസ് എ ലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ അംഗമായത് കൊണ്ട് നിങ്ങൾ ബോൺ അഗെയിൻ ആകണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സഭയുടെ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ബോൺ അഗെയിൻ ആകണമെന്നില്ല. നിങ്ങൾ സ്ഥിരമായി എല്ലാ ദിവസവും ഒരു ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ബോൺ അഗെയിൻ ആകണമെന്നില്ല. എപ്പോൾ മുതലാണ് നീ ബോൺ അഗെയിൻ ആയി തീർന്നെന്ന് മനസ്സിലാക്കുന്നത്? നിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുമ്പോഴാണ്. നാം വീണ്ടും ജനിക്കുന്നതിലൂടെ, യേശു കർത്താവ് നമ്മിൽ വരുന്നതിലൂടെ നാം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് അവകാശികളാകുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ ആത്മാവിൽ യേശു ഉണ്ട്, എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവുണ്ട്. ചോദ്യം, നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ സൗഖ്യമുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ സ്വസ്ഥതയുണ്ട്. വിശ്വസിക്കുന്നുവോ നിങ്ങൾ? നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ ധൈര്യമുണ്ട്. അവൻ നമുക്ക് തന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്. ആ ആത്മാവ് നിങ്ങളുടെ ആത്മാവിലുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ ധൈര്യം നിക്ഷേപിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിൽ വന്ന ദൈവാത്മാവിൽ ദൈവത്തിന്റെ ജ്ഞാനം നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള മേഖലയിലേക്ക് റിലീസ് ചെയ്യാനാണ്. നിങ്ങൾ കൈവേദന അനുഭവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് രോഗമുള്ള ഒരു ഭാഗം നിങ്ങളുടെ ശരീരത്തിലുണ്ടോ? ആരുടെയും അടുക്കൽ പോകാതെ സൗഖ്യം പ്രാപിക്കാൻ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. നിന്റെ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ച് പറയണം, എൻ്റെ ആത്മാവിലുള്ള ദൈവത്തിന്റെ ജീവനെ, എൻ്റെ ആത്മാവിലുള്ള ദൈവത്തിന്റെ സൗഖ്യത്തെ ഇപ്പോൾ എൻ്റെ രോഗമുള്ള ഭാഗത്തേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ദൈവമാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ സ്വർഗീയ ഭവനക്കാരാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചും ഞാൻ പ്രവചിക്കുന്നു. എപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിലാകുന്നോ, എപ്പോൾ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നോ, എപ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ജീവൻ കടന്നു വരുന്നുവോ, അപ്പോൾ മുതൽ ദൈവം നിങ്ങളുടെ പിതാവാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിൽ ഒരു ഭവനത്തിൽ ജനിച്ചത് കൊണ്ടാണ്, ഒരു പിതാവിനാൽ ഞാൻ ജനിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഭവനക്കാരനായത്. അങ്ങനെങ്കിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ജനിച്ചാൽ, നിങ്ങൾ എപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുന്നോ, നിങ്ങൾ എപ്പോൾ ബോൺ അഗെയിൻ ആകുന്നോ, അപ്പോൾ മുതൽ നിങ്ങൾ ദൈവഭവനക്കാരാണ്. ഓ, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അങ്ങനെ നിങ്ങൾ ദൈവഭവനക്കാരായി കഴിഞ്ഞാൽ ഇപ്പോൾ മുതൽ നിങ്ങളുടെ പിതാവ് ദൈവമാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ പിതാവ് ദൈവമാണ്? ഈ ഭൂമിയിൽ നൽകിയ ഒരു പിതാവ് എനിക്കുണ്ട്. എന്നെ ആത്മീയമായി നയിക്കുന്ന ഒരു ആത്മീയ പിതാവ് എനിക്കുണ്ട്. അപ്പോൾ തന്നെ ഇതിലെല്ലാം ഉപരിയായി സ്വർഗത്തിൽ ഒരു പിതാവ് എനിക്കുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച സമയത്ത് പ്രാർത്ഥനയുടെ ഒരു മോഡൽ യേശുവോട് പറയുമ്പോൾ ആദ്യത്തെ വാക്ക് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ മോശയ്ക്ക് അവസരം ലഭിച്ചില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഏലിയാവിന് അവസരം ലഭിച്ചില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പഴയ നിയമ പ്രവാചകന്മാർക്ക് അവസരം ലഭിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു മുഖാന്തരം, ഓ വണ്ടർഫുൾ ജീസസ്, യേശു ക്രിസ്തു മുഖാന്തരം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും കിടന്ന നമ്മെ അവൻ വിടുവിച്ചു. കർത്താവ് യേശു ക്രിസ്തു ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പം ഒരു വാക്ക് അതിനകത്ത് കർത്താവ് ചേർത്തു, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ദൈവഭവനക്കാരനാണ്. ഒരു ഭവനത്തിൽ മാത്രമേ ഒരു പിതാവുള്ളൂ.
താങ്ക് യു ജീസസ്. ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ ആ ദൈവം പറയുന്നു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. എത്ര പേർ പറയും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലെ വാഞ്ചയാണ് ഞാൻ ദൈവത്തോട് അറിയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവപുത്രനായ യേശു പറയുന്നു അവൻ്റെ ഹൃദയത്തിലെ വാഞ്ച ഇതാണ്, സ്വർഗത്തിലെ പോലെ നീ ഭൂമിയിലുമാകണം. ഓ വണ്ടർഫുൾ. ദൈവം പിതാവായിരിക്കുന്നെങ്കിൽ ആ പിതാവിൻ്റെ ആഗ്രഹം സ്വർഗത്തിലെ പോലെ നീ ഭൂമിയിലുമാകണം. സ്വർഗത്തിൽ ആർത്രൈറ്റീസ് ഇല്ലെങ്കിൽ ഭൂമിയിൽ നിനക്കത് വേണ്ട. സ്വർഗത്തിൽ നടുവേദന ഇല്ലെങ്കിൽ ഭൂമിയിൽ നിനക്കത് വേണ്ട. സ്വർഗത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് ഇല്ലെങ്കിൽ ഭൂമിയിലും അത് വേണ്ട. നീ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നേ. അനധികൃതമായി നിന്റെ അകത്ത് കയറിയതിനെ ഇന്ന് രാത്രി കരങ്ങൾ അടിച്ചു വാരിക തുറന്ന് in the name of Jesus. Yes, come on loudly. ശബ്ദമുയർത്തി കരങ്ങൾ അടിച്ച് അനധികൃതമായി എന്നിൽ പ്രവേശിച്ച രോഗാത്മാവിനോട് ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിടുവോ. അനധികൃതമായി എന്റെ കുടുംബത്തിൽ വന്ന് അസമാധാനത്തെ വിതയ്ക്കുന്ന പൈശാചിക ശക്തിയോട് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പുറത്തു പോകരുത്. Because now God is our Father. We are the children of God. അപ്പനും മക്കളും, ഇതാണ് ക്രിസ്തീയ ജീവിതം. സഭയിലെങ്കിലും ഭവനത്തിലെങ്കിലും സ്വർഗത്തിലെങ്കിലും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ അപ്പനും മക്കളുമായി വളരുന്നു. നിങ്ങളുടെ സഭയിലായിരിക്കുമ്പോൾ ആ സഭയിലെ ദൈവപുരുഷനും നിങ്ങളും അപ്പനും മക്കളും പോലെ വളരുന്നു. നിങ്ങൾ സ്വർഗത്തിൽ ചെന്നാലും ഇതേ അവിടെയും ഉള്ളൂ. കരങ്ങളൊന്ന് ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വണ്ടർഫുൾ. പ്ലീസ് സ്റ്റാൻഡ് യുവർ ഫീറ്റ് ഇൻ എവരിവൺ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. താങ്ക് യു ജീസസ്. Heavenly Father, we thank you. We are the children of God. We are more than conquerors in Christ. ക്രിസ്തു യേശുവിൽ ഞങ്ങൾ ജയാളികളാണ്. ഏലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. പഴയ നിയമത്തിലെ ദാസനായ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴമേഘങ്ങളെ അടയ്ക്കുവാൻ അങ്ങക്ക് കഴിഞ്ഞെങ്കിൽ, പിതാവേ ഞങ്ങൾ അങ്ങയുടെ മക്കളെന്ന പദവിയിൽ നിൽക്കുന്നു. ആ പദവിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, ഏറ്റവും അനുഗ്രഹമായി, ഏറ്റവും ചന്തമായി, ഏറ്റവും ഉചിതമായി നീ സകലത്തെയും ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. Lord, we believe in you, we trust in you, in the mighty name of Jesus. Thank you, Father God. Thank you, Lord Jesus. Thank you, Lord Jesus.